ഇവിടെ ഒരു പോലീസ് നിയമം നടപ്പിലാക്കാൻ നമ്മൾ ഒരു തടസ്സമില്ല, ഒരു കുഴപ്പമില്ല. പച്ചയ്ക്ക് വർഗീയത പറയാൻ നടക്കുന്നത് നമുക്ക് കാണാം. നാട്ടുകാരാണെന്ന് തോന്നുന്നു തർക്കത്തിൽ ഏർപ്പെടുന്നു. ഇത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഈ കുടുംബത്തിന് അനുകൂലമായ തീരുമാനം വേണമെന്നാണോ പോലീസിനോട് അവർ ആവശ്യപ്പെടുന്നത്, അതോ മറിച്ചാണോ? അത് തന്നെയാണ് മൂർത്തി. അതായത് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ, അതായത് ഈ പറയുന്ന വ്യവസ്ഥാപിതമായ കാര്യങ്ങൾ പാലിക്കാതെ ഇത്തരത്തിൽ അടക്കം ചെയ്തു, നിബഞ്ജനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ നിജസ്ഥിതി അറിയണം. ഇപ്പോൾ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രസിദ്ധി കൂടാൻ വേണ്ടി ചെയ്താണെന്നുള്ള ആരോപണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ആദ്യഘട്ടം മുതൽ നാട്ടുകാർ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ഇത് കൃത്യമായി സമയബന്ധിതമായി തന്നെ ചെയ്യണം, വെച്ച് താമസിപ്പിക്കരുതെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ പോലീസിനോട് ഉന്നയിക്കുന്നത്. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്ന് പറയുമ്പോൾ ഇവരിപ്പോൾ സംസാരിച്ചത് കുടുംബത്തിന്റെ അഭിഭാഷകനുമായാണ്. അഭിഭാഷകൻ ഈ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല, അതിൻ്റെതായ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിശദീകരിക്കുമ്പോൾ അഭിഭാഷകനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവിടെയുള്ള നാട്ടുകാർ നടത്തിയത്. എന്തായാലും ഇപ്പോഴും അത്തരത്തിലുള്ള സംസാരങ്ങൾ തുടരുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊട്ട് പുറത്താണ്, ഈ പറഞ്ഞ അമ്പലക്കൊമ്പന്റെ തൊട്ട് പുറത്താണ്. ജിബിൻ ജെബിയും വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, സ്ഥലത്ത് ഇപ്പോഴെന്താണ് അവസ്ഥ? പോലീസ് ഈ ദൗത്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു മാറിയോ? കുടുംബം ശാന്തമാണോ? പ്രതിഷേധം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഈ ആളോടി കിടക്കുന്ന തെമ്മാടികളാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നമാണ്. ഇവിടുത്തെ മുസ്ലിങ്ങളാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു നിയമപരമായി എന്താണ് ആ വഴി പോകണമെന്നാണ് പറഞ്ഞത്. ഞങ്ങളാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അവനെന്നോട്ട് ഇറക്കി വിട്ടാൽ മതി. നേരത്തെ ഒരു അടി കൊടുക്കുന്ന പറഞ്ഞ സമയം നിങ്ങളാണ് അവിടെ പിടിച്ച് എല്ലാവരും നിർത്തിയതാണ്. അപ്പോൾ പച്ചയ്ക്ക് ഇറങ്ങിയതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രശ്നമല്ല. നെയ്യാറ്റിൻകരയിലാണ് സംഭവം. നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്നത്. ഗോപൻ സ്വാമിയുടെ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിക്കണം, അന്വേഷണം നടത്തണം തുടങ്ങിയ കാര്യങ്ങളുമായാണ് പോലീസ് എത്തിയിരുന്നത്. പക്ഷേ കുടുംബം വലിയ പ്രതിഷേധവുമായി രംഗത്തേക്ക് വരികയായിരുന്നു. അവർ കല്ലറ തുറക്കാൻ അനുവദിച്ചില്ല. സ്ഥലത്ത് ചില നാട്ടുകാരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ, സ്ഥലത്ത് ഇപ്പോഴെന്താണ് അവസ്ഥ? നേരത്തെ ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ ചില സംഘടനാ നേതാക്കളും അതുപോലെ കുടുംബത്തെ ഭാഗത്ത് നിൽക്കുന്നവരൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അകത്തു നിന്നുകൊണ്ട് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. കുടുംബത്തിന് കുറച്ച് ദിവസം കൂടി നൽകണം, അവർക്ക് പല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആചാരങ്ങളൊക്കെ തന്നെ പൂർണ്ണമായ ആചാരങ്ങളും പൂജകളും നടത്തിക്കൊണ്ട് സമാധി ഇരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അത് പുറത്തെടുക്കുന്നതിന് ആചാര ലംഘനങ്ങളുണ്ടാകും, മതങ്ങൾ തമ്മിലുള്ള സംഘർഷാവസ്ഥയൊക്കെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ഇനിയും ദിവസം അനുവദിക്കണം, പ്രത്യേകിച്ച് 2 ദിവസമെങ്കിലും കൂടി കുടുംബത്തിന് അനുവദിക്കണമെന്ന് ഇവിടെ VSD ഉൾപ്പെടെയുള്ള സംഘടനകൾ കളക്ടറിനോട് സബ് കളക്ടറിനോടൊക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇതിനുശേഷം പുറത്തേക്ക് പോയപ്പോഴാണ് പുറത്തു കൂടി നിന്നിരുന്ന നാട്ടുകാർ, അതായത് പോലീസിനോടൊപ്പം നിൽക്കുന്ന നാട്ടുകാരുടെ ഒരു സംഘമുണ്ട്. ഈ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കണം, എങ്ങനെയാണ് മരണം സംഭവിച്ചത് എന്നുള്ള കാര്യം നാട്ടുകാർക്ക് അറിയണമെന്ന് പറയുന്ന ആ പോലീസിനെ അനുകൂലിക്കുന്ന ഒരു സംഘം കൂടി പുറത്തുണ്ടായിരുന്നു. ഇവർ തമ്മിലാണ് ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസിന്റെ സംഘവും അവിടെ ഉണ്ടായിരുന്നു. ഈ പോലീസ് സംഘവും ഇവിടെ ഉണ്ടായിരുന്ന DSP ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് ഓടിയെത്തിക്കൊണ്ട് ആ ഒരു സംഘർഷാവസ്ഥയ്ക്ക് അവിടെ ഒരു വന്നിരിക്കുകയാണ്. 2 സംഘങ്ങളിൽ പോലീസ് അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ഗോപസ്വാമിയുടെ ഈ സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ്, വീടിന് മുൻവശത്താണുള്ളത്. ഇവിടെ ഇപ്പോൾ പോലീസ്, അതായത് മെഡിക്കൽ പരിശോധനയൊക്കെ തന്നെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്.
ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന പ്രതിഷേധക്കാരെയൊക്കെ തന്നെ പോലീസ് പുറത്താക്കിയെങ്കിലും ഇപ്പോൾ മറുവശത്ത് കൂടി ഒരു സംഘം കൂടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. ഈ നടപടികളൊക്കെ തന്നെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയും ഇവിടെ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി മറ്റൊരു സംഘം കൂടി ഇപ്പോൾ ഈ സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പോലീസ് അതൊന്നും തന്നെ വകവയ്ക്കുന്നില്ല. പോലീസും മെഡിക്കൽ സംഘവും ഒക്കെ തന്നെ ജില്ലാ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ ക്രമീകരണങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്